Good morning and good evening. How are you everybody? പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. I hope all of you are doing well. മർക്കോസ് 16:15 പഠിക്കുമ്പോൾ When we study the book of Mark chapter 16 verse 15, അവൻ അവരോട് പറഞ്ഞത്, and he said unto them, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിപ്പി. Go ye into all the world and preach the gospel to every creature. നാം ഒരു മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുകയില്ല. If we stay in a room, we won't be able to share the gospel. നാം ഇറങ്ങി പുറപ്പെടേണ്ടത് ആവശ്യമാണ്. We need to go forth. നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യം, There is a great commission that has been given to us. അതൊരു മുറിക്കകത്ത് ഒതുങ്ങുന്നതല്ല. Now, it cannot be limited to a room. ഒരു സഭയ്ക്കകത്ത് പള്ളിക്കകത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. It cannot be limited in a church hall. ഭൂലോകത്തിലൊക്കെയും പോയി. You need to go into all the world. സുവിശേഷം വെറും ഒരു ചിത്രമല്ല. The gospel is not just a picture. അത് കത്തിപ്പടരേണ്ട ഒരു അഗ്നിയാണ്. It is a fire that is supposed to spread all over. The gospel is not a still picture. It is a fire that spread. സുവിശേഷം എന്നത് ഒരു പടമല്ല, അതൊരു അഗ്നിയാണ്. അത് കത്തി പടരേണ്ടുന്ന ഒരു അഗ്നിയാണ്. നാം മനസ്സിലാക്കണം. We need to understand this. ആമേൻ. വിളവെടുപ്പ് ഭാഗമായി. The harvest is ready. ആമേൻ. സൂര്യൻ അസ്തമിക്കാറായി. The sun is about to set. നല്ല സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കാൻ നമുക്കിനി സമയമില്ല. We don't have much time to wait for favorable circumstances. കാറ്റ് നോക്കിയാൽ, if you look at the wind, നമുക്ക് വിതയ്ക്കാൻ പറ്റുകയില്ല. we cannot sow. ആമേൻ. കാറ്റ് ഒരിക്കലും നിൽക്കുകയില്ല. Because the wind will not stop blowing. കാറ്റിനെ നോക്കുന്നവന് വിതയ്ക്കാൻ പറ്റത്തില്ല. The person who observes the wind cannot sow. പ്രതികൂലത്തെ നോക്കുന്നവന് വിതയ്ക്കാൻ പറ്റത്തില്ല. Those who look at troublesome situations cannot sow. ആമേൻ. ആമേൻ. ചൂടേറിയ അനുഭവങ്ങളെ നോക്കുന്നവന് വിതയ്ക്കാൻ പറ്റത്തില്ല. If you look at very stressful and heatful situations, you cannot sow. എന്നാൽ ക്ഷാമകാലത്ത് വിതയ്ക്കാൻ ഇസഹാക്ക് റെഡിയായി. But Isaac was ready to sow in a time of famine. അവന്റെ വിത ഫലമുള്ളതാക്കി. And his sowing, was ended up in a great harvest. നിങ്ങൾ വിതയ്ക്കാൻ തയ്യാറാണോ? If you are ready to sow, ദൈവം ഫലം തരുവാൻ വിശ്വസ്തൻ. the Lord is faithful to give you a harvest. ഒരു കാര്യം ഓർക്കണം. You need to be mindful of one thing. രക്തത്തിന്റെ ശക്തി ഭയങ്കരമാണ്. The power of the blood is immense. ആമേൻ. യേശുവിന്റെ രക്തത്തിന് പകരമായി മറ്റൊന്നുമില്ല. There is nothing that can be compared to the blood of Christ. ആധുനിക തത്വശാസ്ത്രങ്ങൾക്ക്, According to modern science, നിങ്ങളുടെ പാപത്തിന്റെ ഒരു കറ പോലും കഴുകിക്കളയാൻ പറ്റുകയില്ല. it cannot wash away the stain of sin from your life. മനഃശാസ്ത്രത്തിന്, Psychology, നിങ്ങളുടെ പ്രശ്നങ്ങളെ വിശദീകരിക്കാൻ കഴിഞ്ഞേക്കാം. Psychology might be able to describe your situations and എന്നാൽ problems. യേശുവിന് മാത്രമേ നിങ്ങളുടെ മേലുള്ള ചങ്ങലകളെ, ശാപത്തെ പൊട്ടിക്കുവാൻ കഴിയൂ. But it is Jesus alone who can break away every chains of curses in your life. പിശാച് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെ കുറിച്ച് ഓർപ്പിച്ച് നമ്മുടെ മനസ്സ് തണുപ്പിക്കാനും മടിപ്പിക്കാനും നോക്കും. The devil might try to remind you of your past to discourage you. നമ്മൾ പിശാചിനോട് പറയണം, And then we should tell the devil, നിന്റെ ഭാവി നരകത്തിലാണ്. your future is in hell. എന്റെ ഭാവി സ്വർഗത്തിലാണ്. My future is in heaven. യേശുവിന്റെ രക്തം, The blood of Jesus നിങ്ങളുടെ പാപത്തെ മൂടുക മാത്രമല്ല, doesn't just cover your sins. അതിനെ ഇല്ലാതാക്കുകയാണ്. It takes it away. ആമേൻ. നമ്മുടെ പാപം യേശു എല്ലാം മായിച്ചു കളയും. Jesus' blood washes away all of our sins. അവന്റെ രക്തത്തിന് നമ്മുടെ സകല പാപവും മായിക്കുവാൻ കഴിയും. His blood is able to wash away all of our sins. കഴുകൽ പ്രാപിച്ച ഒരു പാപിയെ, A sinner who has been washed. ആമേൻ, ദൈവം നോക്കുമ്പോൾ When God looks at him, തന്റെ പുത്രന്റെ പ്രതിരൂപത്തിൽ കാണുവാൻ കഴിയും. he sees the image of his son. ലോകം മുഴുവൻ നരകത്തിലേക്ക് പോകുമ്പോൾ, As the world is headed to hell, ചർച്ചുകളിലെ ഒഴിഞ്ഞ ഇരിപ്പിടം, the empty chairs in churches, ആമേൻ, അത് മനസ്സിലാക്കിയിട്ട് നാം എങ്ങനെ അടങ്ങിയിരിക്കും? as we look at them and understand them, how will we sit idle? നിങ്ങൾ പോകുക, We need to go forth. വിതയ്ക്കുക, We need to sow. കൊയ്യാൻ പോകുന്നു. We are going to harvest. ഒരു വലിയ നിറവ് ദൈവം തരുന്നു. The Lord is going to command a great fullness. പ്രശ്നങ്ങളെ നോക്കുന്നവന് വിതയ്ക്കാൻ പറ്റുകയില്ല. Those who look at your circumstances, you cannot be able to നിങ്ങൾ sow. സാഹചര്യങ്ങളെ പറഞ്ഞിരിക്കരുത്. Do not speak about your പല circumstances. കുറ്റങ്ങളും പറഞ്ഞിരിക്കരുത്. Do not complain. നിങ്ങൾ വിത, You need to sow. അത് അനുഗ്രഹമാണ്.
and it will be turned into a blessing. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. ഈ വചനം കേൾക്കുമ്പോൾ, As you listen to this word, ഇത് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ, as you receive it, നിങ്ങൾ ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കുന്നു. you are going to receive a great blessing. നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. Your confidence is going to increase. ആമേൻ. Amen. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. I pray for this people. യേശുവിൻ നാമത്തിൽ In Jesus' ഈ name. ജനത്തിന്മേൽ ഒരു അനുഗ്രഹം പകരണമേ. Oh, pour out a blessing upon this ദൈവ people. മഹിമ ഇറങ്ങട്ടെ. May the glory of God descend. അത്ഭുതങ്ങൾ ചെയ്യണമേ. Oh Lord, do a miracle. മിറക്കിൾ അയക്കണം. Oh, send a miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you.